നമസ്കാരം. രാവിലെ സോളമൻ്റെ ഉത്തമഗീതം ഉയർത്തുകൊണ്ടുള്ള ഒരു യാത്രയാണ്. മുന്തിരിവള്ളികൾ തേടിയല്ല, രാവിലെ മൂന്നാറിൻ്റെ പച്ചപ്പിലേക്കാണ് ഈ യാത്ര. ഇന്ന് യാത്രയ്ക്ക് കൂടെ സുഹൃത്തായ ശിവദാസൻ സാറുണ്ട്. അദ്ദേഹത്തിൻ്റെ എന്തിനും തയ്യാറായി നിൽക്കുന്ന ജീപ്പ് കോമ്പാസും ഉണ്ട്. അപ്പോൾ വിരാടം വിനോദം ദ 60+ യങ്സ്റ്ററിൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. രാവിലെ മൂന്നാർ ടൗണിൽ ടാക്സി സ്റ്റാൻഡിന് ഓപ്പോസിറ്റുള്ള ഹമീദിക്കയുടെ കടയിൽ നിന്നൊരു ചായയെ കുടിച്ച് നമുക്ക് ഈ ചെറിയ യാത്ര തുടങ്ങാം. തൊട്ടു മുമ്പിൽ ഉദൂലപ്പേട്ടിനുള്ള ബസ് കിടപ്പുണ്ട്. ഈ കാണുന്നതാണ് ഇവിടുത്തെ ടാക്സി സ്റ്റാൻഡ്, മൂന്നാറിലെ ടാക്സി സ്റ്റാൻഡ്. തൊട്ട് ഓപ്പോസിറ്റായിട്ട് നമുക്ക് തൊട്ട് ചേർന്ന് ഒരു കോവിലുണ്ട്. അതുപോലെ തന്നെ തൊട്ടു മുമ്പിലായിട്ട് ഒരു ചർച്ചുമുണ്ട്. ഇത് പഴയ മൂന്നാറാണ്. ഇവിടെയാണ് മാർക്കറ്റൊക്കെ ഇരിക്കുന്നത്. മൂന്നാറിൻ്റെ മാർക്കറ്റ് വലത് സൈഡിൽ കാണുന്നതാണ് മാർക്കറ്റിൻ്റെ കെട്ടിടങ്ങൾ. കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോന്നു കഴിഞ്ഞാൽ, പാലം കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു പള്ളിയൊക്കെ കാണാം. ഇനി നമ്മൾ ഇരുട്ടിലേക്ക് യാത്ര ചെയ്യുകയാണ്. നല്ലതണ്ണി പാലത്തിൻ്റെ അടുത്തെത്തി. ഒരിക്കൽ മണ്ണൊലിച്ചു പോയ പാലമായിരുന്നു ഇവിടെ. ആ പാലത്തിൻ്റെ അടുത്ത് നിന്ന് കാണുന്ന ആ കാഴ്ചയാണിത്. ചക്രവാളത്തിന് അതിര് വരച്ചതുപോലെയുള്ള മലകളും അതിൽ അങ്ങിങ്ങായി നിൽക്കുന്ന ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്ന വൃക്ഷങ്ങളും കാണാൻ എന്ത് ഭംഗിയാണല്ലേ. അത് തേയിലത്തോട്ടങ്ങളാണ് തൊട്ട് താഴെ കാണുന്നത്. തിരിച്ചു വരുമ്പോൾ നമുക്ക് വെളിച്ചത്തിൽ ആ കാഴ്ച കാണാം. ഇവിടെ ഇപ്പം നമ്മൾ കടന്നു വന്ന പാലവും ഈ റോഡും ഒക്കെ ആ 2018 പ്രളയകാലത്ത് കംപ്ലീറ്റ് പോയതായിരുന്നു. ഇവിടെ നിന്നാണ് നല്ലതണ്ണി എസ്റ്റേറ്റ് തുടങ്ങുന്നത്. നല്ലതണ്ണി ആറ് മൂന്നാറിലെ 3 ആറുകളിൽ ഒരു ആറും കൂടിയാണ് എന്ന് നിങ്ങൾക്കറിയുമല്ലോ. അപ്പോൾ ഈ സ്ഥലത്തെക്കുറിച്ച് ശിവദാസൻ സാറ് പറഞ്ഞു തരുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ തൊട്ടടുത്ത് കാണുന്നത് ഇതൊരു ടീ ഫാക്ടറിയാണ്. അത് പെരിയവര ടീ ഫാക്ടറി എന്നാണ് അറിയപ്പെടുന്നത്. വീണ്ടും നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. ഈ സ്ഥലം രാത്രിയിൽ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ പടയപ്പയൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് വളരെ പതിയെ ആണ് നമ്മൾ കടന്നു പോകുന്നത്. മുമ്പിൽ വണ്ടികളെ കടത്തി വിടുക. അപ്പോൾ അവർ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമ്മളെ അറിയിക്കുമല്ലോ. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഒരു 10-12 ഡിഗ്രിയൊക്കെ തണുപ്പുണ്ട്. രാവിലെയാണ്. ഇനി നമ്മൾ ഈ കാണുന്നത് അടുത്ത ഒരു ടീ ഫാക്ടറിയാണ്, കണ്ടിമാലി ടീ ഫാക്ടറി. ഇതിൻ്റെ ഈ ഫാക്ടറിയുടെ എല്ലാ സൈഡിൽ തേയില കച്ചവടത്തിനുള്ള ഔട്ട്ലെറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഓട്ടോറിക്ഷയൊക്കെ നമുക്ക് കിടക്കുന്നതാണ്. ഇവിടെ ഇപ്പോഴും തുറന്ന് കിടക്കുകയാണ്. ബസ് കാത്ത് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കാണാം. തണുപ്പത്ത് കോട്ടൊക്കെ ഇട്ട് പോകുന്ന ആൾക്കാരെയൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതാണ് നല്ലതണ്ണി പാലം. നല്ലതണ്ണിയാറിന് കുറുകെയുള്ള പാലമാണിത്. കുറച്ചുകൂടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ പടയപ്പയെ പ്രതീക്ഷിച്ചെങ്കിലും അവിടെ നമുക്കൊരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റാണ് കാണാനായിട്ട് സാധിച്ചത്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ഇവിടുന്ന് നമ്മൾ ഇടത്തേക്ക് ഒരു ഓഫ് റോഡിലേക്ക് കയറുകയാണ്. ഇതിനകത്ത് കണ്ണിമാലി എസ്റ്റേറ്റാണ് ഈ വഴിയിലുള്ളത്. ആ എസ്റ്റേറ്റിലേക്കുള്ള പാതയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വണ്ടി മാത്രമേ പോവുകയുള്ളൂ. അതുപോലെ ഉള്ള റോഡാണ്. എസ്റ്റേറ്റ് വാഹനങ്ങൾ മാത്രം കടത്തിവിടുന്നതാണെന്ന് തോന്നുന്നു. എന്താണെങ്കിലും രാവിലെ രണ്ടും കൽപ്പിച്ച് നമ്മൾ ആ വഴിയെ തന്നെ കയറി. ഹെഡ്ലൈറ്റ് ഓഫ് ചെയ്യാറായിട്ടില്ല, പക്ഷേ പച്ചപ്പ് നമുക്ക് ചുറ്റും നന്നായിട്ട് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഒരു ടെമ്പറേച്ചർ ഏകദേശം ഒരു 10-12 ഡിഗ്രിയൊക്കെ ആയിരിക്കും കേട്ടോ. അത്ര നല്ല തണുപ്പുണ്ട്. എന്നാൽ രൂക്ഷമായ തണുപ്പെന്ന് നമുക്ക് പറയാനും പറ്റില്ല. കാഴ്ചകൾ കാണാൻ മനോഹരം. എന്ത് രസമാണെന്ന് നോക്കി. ബി ഷേപ്പിലുള്ള വാലികൾ ഈ എല്ലാ മലഞ്ചെരിവുകളിലും ഉണ്ട് കേട്ടോ. ഈ മലമടക്കുകളുടെ ഇടയിലൂടെയുള്ള ഈ വളഞ്ഞു പുളഞ്ഞുള്ള റോഡിലൂടെ വാഹനം ഓടിക്കാൻ ഒരു രസം തന്നെയാണ്. ദൂരെ ഒരു ഓട്ടോറിക്ഷ നമ്മുടെ മുമ്പിൽ കടന്നു പോകുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഒരു ഹെയർപിൻ വളവ് പോലെയുള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ വാഹനം നിർത്തി. അവിടെ നിന്ന് ആ പച്ചപ്പൊക്കെ ഒന്ന് ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. സൂര്യൻ പതിയെ ഉദിച്ചു വരാനുള്ള ശ്രമം ആരംഭിക്കുന്നതേ ഉള്ളൂ. എന്നാലും വെളിച്ചമൊക്കെ നമുക്ക് കാണാം. നമുക്ക് എന്ത് മനോഹരമാണെന്ന് നോക്കി. ഈ എന്താ പറയുക, ഞങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഈ വഴി വരുന്ന വഴി കണ്ടോ, ആ രീതി കണ്ടോ. ഇതുപോലെ വളഞ്ഞിട്ടാണ് ഈ വഴി കടന്നു പോകുന്നത്. ഒരു വണ്ടിയെ സാധാരണഗതിയിൽ കടന്നു പോവുകയുള്ളൂ. എന്നാലും അവിടെ നിന്ന് കുറച്ച് നേരം സത്യം പറഞ്ഞാൽ വാഹനത്തിൽ കയറാൻ നമുക്ക് തോന്നുന്നില്ല. അതുപോലെ മനോഹരമായ കാഴ്ചകളാണ്. എവിടെ നോക്കിയാലും ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫ്രെയിമാണ്. ദൂരെ ഇതാ ഒരു മിസ്റ്റ്, ഒരു കഷ്ണം നമ്മുടെ സൈഡിലൂടെ ഒഴുകിപ്പോകുന്നത് നമുക്ക് കാണാം. പൊൻകിരണങ്ങൾ പറ്റിയ മേഘങ്ങളെ നമുക്ക് കാണാനായിട്ട് ഇവിടെ സാധിക്കുന്നത്. അതായത് സൂര്യോദയത്തിൻ്റെ ആദ്യ കിരണങ്ങൾ, വെളിച്ചങ്ങൾ നമുക്ക് ദൂരെ നിന്ന് കാണാനായിട്ട് സാധിക്കും. എന്തായാലും കുറച്ചുകൂടി നമ്മൾ മുമ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. റോഡ് മോശമാകുന്നത് വരെ, അല്ലെങ്കിൽ തേയില തോട്ടത്തിൻ്റെ ഭംഗി തീരുന്നത് വരെ
നോക്കി ആ മലഞ്ചെരുവിൽ നിൽക്കുന്ന മരം കാണാനായിട്ട് എന്ത് ഭംഗിയാന്ന് നോക്കി. ശരിക്കും പറഞ്ഞാൽ ഒരു കാർപ്പറ്റ് വിരിച്ചതുപോലെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇങ്ങോട്ട് വരുമ്പോഴത്തേനും തേയിലയുടെ ഒരു ഭംഗിയൊക്കെ നമുക്ക് കുറയുന്നുണ്ട്. കിഴക്ക് സൂര്യനെ നമുക്ക് കാണത്തില്ല, പക്ഷേ വെളിച്ചം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ ഗോൾഡൻ അവറിൽ കാണുന്ന ഈ പച്ചപ്പിനൊരു എന്തൊരു മനോഹാരിതയാണെന്ന് ആലോചിച്ചു. എന്നാലും ഇനി മുമ്പോട്ടുള്ള റോഡ് അത്ര മെച്ചമല്ല. അത് തന്നെയല്ല, സമയം ഏറെ ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും മുമ്പോട്ട് പോവുകയാണ്. ഇനി നമ്മൾ കിഴക്കോട്ടാണ് ഈ യാത്ര. അപ്പോൾ തീർച്ചയായും സൂര്യനെ നമ്മൾ മുഖാമുഖം കാണും, അതിന് സംശയമില്ല എന്ന് തോന്നുന്നു. ഏത് മലയുടെ മുകളിലൂടെയാണ് അദ്ദേഹം ഉയർന്നു വരുന്നതെന്ന് നമുക്ക് കാണാനൊരു ഒരു ഒരു ആഗ്രഹമുണ്ട്. നമുക്ക് ചെങ്കുത്തായ എന്തോ ഡെപ്തിലാണ് അവിടെ കിടക്കുന്നത് നോക്കി. ഇത്രയും വീതിയേ ഉള്ളൂ. ഒരു ഓപ്പോസിറ്റ് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇത് ഭയങ്കര റിസ്ക്കിയാണ്. അത് ആ മലയുടെ മടക്കിൽ അവിടെ സൂര്യൻ്റെ ഉദിച്ചുയരുന്നതിൻ്റെ ഒരു ലക്ഷണം കണ്ടു തുടങ്ങി. അപ്പം നമ്മളിവിടെ വാഹനം നിർത്തി ആ കാഴ്ചകളൊന്നും ആസ്വദിച്ചില്ലെങ്കിൽ അതൊരു വൻ നഷ്ടമാണെന്നുള്ളൊരു തോന്നലാണ്. അപ്പോൾ ഇവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഇവിടെ ഇതാ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ സംഭരിക്കാനുള്ള സ്ഥലവും ഒക്കെ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. സൂര്യൻ പൊങ്ങി വരുന്നത് നമുക്ക് കാണാം. ആ കാഴ്ചകളൊക്കെ കണ്ടു ആവോളം ആസ്വദിച്ച് പതിയെ വന്ന വഴിയെ തന്നെ ഞങ്ങൾ തിരിച്ച് മൂന്നാർ ടൗണിലേക്ക് എത്തുകയാണ്. വീണ്ടും കന്നിമാലി എസ്റ്റേറ്റിൻ്റെ തുടക്കത്തിലെത്തി. ആ പാലം കഴിഞ്ഞു. ഇപ്പോൾ ഇടത്തെ സൈഡിൽ നമ്മൾ ഇരുട്ടത്ത് കണ്ട ആ മല കാണാം. അത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, അതൊരു തേയില തോട്ടം തന്നെയായിരുന്നു എന്ന്. ഇനി ചെറുതായിട്ടൊരു ഭക്ഷണം കഴിക്കണം. അപ്പം ഞങ്ങൾ സ്ഥിരമായിട്ട് മൂന്നാറിൽ വന്നാൽ കഴിക്കുന്ന ഒരു ചെറിയ ഹോട്ടലുണ്ട്. അവിടെ പോയി ചെറുതായിട്ടൊരു ഭക്ഷണമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അതിവേഗം പോരുകയാണ്. ഈ ചെറിയ ഈ സൂര്യപ്രകാശത്തിൽ ഭയങ്കര രസമാണ് വാഹനം ഓടിക്കാനായിട്ട്. അങ്ങനെ ടൗണിലെത്തി വലത്തേക്ക് ഈ കടയാണ് ഞങ്ങൾ പറഞ്ഞത് ശ്രീകൃഷ്ണ ഹോട്ടൽ. ഒരുവിധം ഡീസൻ്റായ പല വിഭവങ്ങൾ നൽകുന്ന ഒരു കടയാണ്. അവിടുന്ന് ഇഡ്ഡലി വടയും ഒക്കെ കഴിച്ച് ഞങ്ങൾ ഈ യാത്ര അവസാനിപ്പിക്കുകയാണ്. ഇത് മൂന്നാറിലെ ടാറ്റ ടീ ബസാറാണ്. ഇവിടെ നിന്നാണ് സാധാരണ നമ്മൾ ചായപ്പൊടിയൊക്കെ വാങ്ങുന്നത്. ഞങ്ങളുടെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കാരണം ഇന്ന് പള്ളിവാസൽ എക്സ്റ്റൻഷൻ സ്കീമിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തുകയാണ്. പള്ളിവാസൽ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ. ആ വീഡിയോ തീർച്ചയായും കാണുക. അതുപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ കാഴ്ചകളും പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി.